ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ തകർപ്പൻ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ 29 മുതൽ ഓഗസ്റ്റ് 15 വരെ. വിസിറ്റ് ടുഡേ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാടനാംകുറിശി തെങ്ങുംതോപ്പ് പ്രദേശത്ത് കൂട്ടിയിടുന്നത് പ്രദേശവാസികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തുമെന്നാണ് ആക്ഷേപം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വാടാനാംകുറിശി തെങ്ങുംതോപ്പ് പ്രദേശത്തെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കുന്നുകൂടി കിടക്കുന്നത്. ജനവാസ മേഖല കൂടിയാണ് ഈ പ്രദേശം. ജില്ലയിൽ തന്നെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ പടർന്നു പിടിക്കുവാൻ ഇടയാക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഓങ്ങല്ലൂർ. ഈ പ്രദേശത്തു കൂടിയാണ് അലക്ഷ്യമായി ഈ വിധത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. ദിവസങ്ങളോളമായി ഈ വിധത്തിൽ മാലിന്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് പരിസരവാസികൾക്ക് വലിയ ആശങ്കയാണ് ഉണർത്തുന്നത്. പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഗ്രാമപഞ്ചായത്ത് സൃഷ്ടിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇത് ഭയങ്കര ശല്യമാണ് ഇവിടെ. ഞങ്ങൾക്ക് പനിയൊന്നും വിട്ടുമാറുന്നില്ല. ഇവരോട് എത്ര പറഞ്ഞാലും പിന്നെ ഇത് ഇവിടെ കൊടുന്ന് കൂട്ടിയിടാൻ നല്ല ഉണങ്ങിയ സാധനങ്ങൾ കൊടുത്തിട്ട് വീണ്ടും ഇവർ മഴയത്താണ് കൊടുന്നിടുന്നത്. ഇത് നമ്മളെ പറമ്പിൽ കൂടെയാണ് മൊത്തം അത് പരന്ന് കിടക്കുന്നത്. എത്ര പറഞ്ഞാലും പിന്നെ ഇവർ മനസ്സിലാണില്ല. പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാണില്ല. പിന്നെ ഇതേപോലെ തന്നെ കൊടുന്നിടാൻ അവർ ശരിയാക്കാൻ ലോഡ് കയറ്റുണ്ടെന്ന് പറയും. ലോഡ് കയറ്റി അതിൻ്റെ ഡബിൾ വീണ്ടും കൊടുന്നിടും. ഇതൊക്കെ മഴയത്താ കിടക്കണ്. ഇപ്പൊ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആകെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ നായ്ക്കൾ കടിച്ച് കീറി കൊടുന്നിടുക. പിന്നെ വീട് മൊത്തം തന്നെ ഈ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും ശാശ്വതമായ നടപടി ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലടക്കം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തടയാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിധത്തിൽ പഞ്ചായത്തിന്റെ അധീനതയിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടി ഇടുന്നത്, അതും ജനവാസ മേഖലയിൽ. ഞങ്ങളെ 50 രൂപക്ക് ഇസ്തിരി ചെയ്ത് മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ കിടക്കണം. അത് കണക്ക് ഞങ്ങൾക്ക് നല്ല വിഷമമായി. ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് 4-ാം തീയതി ഞങ്ങളെ ശമ്പളം ഊരിക്കുന്ന ദിവസമാണ്, അതിന് വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട്. ഇത് എല്ലാ വാർഡിലത്തെയും 1 തൊട്ട് 10, 17, 20 വരെയുള്ള വാർഡിലെല്ലാ വേസ്റ്റുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒന്ന് വന്ന് നോക്ക്, ഞങ്ങളുടെ മെമ്പറല്ല, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ല വെച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്താ വെച്ചിട്ടാ നിങ്ങൾ വേറെ എവിടെയാണെങ്കിൽ പോയി പരാതി കൊടുത്തോ. ഇതിൽ A തൊട്ട് Z വരെക്കുള്ള എല്ലാ പേപ്പറുകളും ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോൾ ഈ റോഡിനെ കുറിച്ച് 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ കൊടുത്തിട്ട് അവിടെ വേസ്റ്റ് ഇട്ട് ഞങ്ങളെ വീട്ടുകൾക്ക് വരാനും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും സൗകര്യം ചെയ്തു. ഇത് ഞങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് പറഞ്ഞു തരണം. കാരണം എന്താ ഈ മെമ്പർ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇനി മെമ്പർ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് റെക്കോർഡാണ്. ഞാൻ എന്ത് ചെയ്യണം? ഈ മെമ്പർ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് വേണ്ടത്. അവരെല്ലാം വിളിച്ച് നമ്മൾ വോട്ട് ചെയ്താണ്. നമ്മുടെ താഴെയാണ് മെമ്പർ. നമുക്ക് എന്ത് വിളിച്ചാലും വിളിപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ മെമ്പർ. ഞങ്ങളിവിടെ എന്നും കുട്ടികൾക്ക് പനിയായിട്ടാണ് ഇവിടെ എന്നും കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എത്രത്തോളം ഇങ്ങനെയാണ് കിടക്കുന്നത്. എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ അടുത്തുനിന്നൊക്കെ ഇവര് ഉണങ്ങിയിട്ടാണ് കൊണ്ടുപോകുള്ളൂ, അല്ലാതെ അവര് വാങ്ങില്ല. ഇവിടെ വന്നിട്ട് ഈ മഴയത്തും ഇതിലും കടന്നിട്ട് കൊതുക് മുട്ടടാനാണ് ഇവിടെ കൊടുന്നിടുന്നത്. ഒരു ഷെഡ് മതി. ഒരു ഷെഡ് ഉണ്ടെങ്കിൽ ഇവിടെ കഴിയണ പ്രശ്നമുള്ളൂ. പക്ഷെ ഒരു ഷെഡില്ല. ആ ചേച്ചിമാരും ഇടങ്ങാറായി. അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. മെമ്പറിനെ വിളിച്ചാലും മെമ്പറും ഒന്നും പറയണില്ല. ഞങ്ങൾ ഇടങ്ങാറായി. ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം.